കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ മോർണിംഗ് മറ്റൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിച്ച് ദൈവവചനം ധ്യാനിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ 10-11 വാക്യങ്ങൾ ചേർത്തുകൊണ്ട് ദൈവവചനം ചിന്തിക്കുന്നതാണ്. അതിനായി നമുക്ക് 10-ാമത്തെ വാക്യം ആദ്യം വായിക്കുന്നു. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. 12-ാമത്തെ വാക്യങ്ങൾ വായിക്കുന്നു. യഹൂദൻ എന്നും യവനൻ എന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു. ഈ വാക്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് വഴിയാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അതായത് നമ്മളുടെ സകലവിധമായ പാപത്തിൻ്റെ ആ ശിക്ഷകളിൽ നിന്നും, പാപസംബന്ധമായിട്ടുള്ള പ്രമാണങ്ങളിൽ നിന്നും, നമ്മെ കൂടുതൽ ബന്ധനത്തിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാവിധമായ ശക്തികളുടെ കൈകളിൽ നിന്നും നാം വിടുവിക്കപ്പെടുന്നത് വിശ്വാസം മൂലമാണ്. യാതൊരു പ്രവൃത്തിയും നമുക്ക് അതിന് കാരണമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. അതുകൊണ്ട് മനുഷ്യന്റെ യാതൊരു പ്രവൃത്തികളും നമ്മുടെ രക്ഷയ്ക്കായിട്ട്, അതായത് കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള പുതിയ ആ ഉടമ്പടി ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ ഒരു പ്രവൃത്തികളും സാധ്യമല്ല. മറിച്ച് നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അതോടൊപ്പം തന്നെ കർത്താവ് യേശുക്രിസ്തു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്തതായ ആ കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടായിരിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ ലഭിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചതായ 11-ാമത്തെ വാക്യം വളരെ വ്യക്തമായി പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ഈ ഒരു വാക്യത്തിന്റെ അതേ അർത്ഥം വരുന്നതായ ധാരാളം വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും ഉണ്ട്. യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ ഇതേപോലൊരു വാക്യമുണ്ട്. അതോടെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവ് 28:16. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. വളരെ വ്യക്തമായി പറയുന്നു, കർത്താവായി യേശു ക്രിസ്തുവിനെ പിതാവായി ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുകയാണെന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് യെശയ്യാവ് പ്രവാചക പുസ്തകത്തിലൂടെ ഇവിടെ നമ്മളോട് സംസാരിക്കുന്നത്. താൻ ഇപ്രകാരം പറയുന്നു, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ല്. ശോധന ചെയ്ത കല്ല് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവിതം മുഴുവനും ശോധനയുടെ അനുഭവമായിരുന്നു. യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവനെ പരിശോധിച്ചു, യാതൊരു കുറവും അവനിൽ കണ്ടെത്തിയില്ല. ഈ ലോകത്തിന്റെ കോടതി മാറി മാറി വിസ്തരിച്ചിട്ടും കർത്താവ് യേശുക്രിസ്തുവിൽ ഒരു കളങ്കവും കണ്ടില്ല. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്, ശോധന ചെയ്ത കല്ലായ കർത്താവായ യേശുക്രിസ്തു വിലയേറിയ മൂലക്കല്ലുമായി. ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കല്ലെന്ന് പറയുന്നത് കോർണർ സ്റ്റോണാ എന്ന് പറയുന്ന പോലെ കർത്താവ് യേശുക്രിസ്തുവിനെ ദൈവഭവനത്തിന്റെ പ്രധാനപ്പെട്ട കല്ലാക്കി നിർത്തിക്കൊണ്ട് യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന് മേൽ നമ്മെ പണിതുകൊണ്ട് ദൈവം അവനെ നമ്മളിൽ സ്ഥാപിച്ചു. എന്നിട്ട് പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ഓടിപ്പോകുകയില്ല. നമ്മൾ റോമാലേഖനത്തിൽ കണ്ട അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. പ്രയോഗത്തിൽ വ്യത്യാസമുണ്ട്. റോമാലേഖനത്തിൽ പറയുന്നത് ലജ്ജിച്ചു പോകുകയില്ല എന്നുള്ളതാണെങ്കിൽ ഇവിടെ പറയുന്നു ഓടിപ്പോകുകയില്ല. ഈ രണ്ട് കാര്യങ്ങളും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഓടിപ്പോകുകയില്ല എന്ന് പറയുന്നത് അവൻ ഓടിപ്പോകേണ്ടതായിട്ട് വരികയില്ല, അവൻ മറ്റൊന്നിലേക്ക് പോകേണ്ടതായിട്ട് വരത്തില്ല. കാരണം കർത്താവ് യേശുക്രിസ്തുവിലുള്ള ശരിയായിട്ടുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിന്റെ ഫലവും നമുക്ക് ലഭിക്കാനിടയായിത്തീരും. അതുപോലെ തന്നെയാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല എന്ന് ദൈവവചനം പറയുന്നത്. ഇത് പറയുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, കർത്താവ് യേശുക്രിസ്തുവിനെ അനുഭവിച്ച പലരും തിരിച്ചു പോയിട്ടുണ്ടല്ലോ, കർത്താവ് യേശുക്രിസ്തുവിന്റെ പുറകാലെ വന്ന ആളുകൾ തെറ്റിപ്പോയിട്ടുണ്ടല്ലോ, അതെന്തുകൊണ്ടാ? അതിന്റെ കാരണം എന്ന് പറയുന്നത് അവർ വാസ്തവത്തിൽ ദൈവവചനത്തിൽ നിലനിന്നില്ല. അതുകൊണ്ടാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ ശരിയായിട്ട് വിശ്വസിക്കുവാൻ അവർക്ക് കഴിയാഞ്ഞതുകൊണ്ടാണ്.
അതുകൊണ്ടാണ് ദൈവവചനത്തിന്റെ കേൾവി, പ്രാർത്ഥന, കർത്താവിനോട് കൂടിയുള്ള ഫെലോഷിപ്പ്, ഇതൊക്കെയാണ് നമ്മെ നിലനിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് കേവലം ഈ ഭൂമിയിലുള്ള ഒരു സഭാബന്ധം മാത്രമല്ല, മറിച്ച് നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിനോട് കൂടിയാണ്. ഈ കൂട്ടായ്മയിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാം ദൈവത്തിന്റെ വചനം വായിക്കണം, ധ്യാനിക്കണം. അതുപോലെ തന്നെ നാം അവനോട് പ്രാർത്ഥിക്കണം. ഇന്ന് ഞാൻ വളരെ വിഷമത്തോടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പലരുടെയും ജീവിതത്തിൽ ഈ ഫെലോഷിപ്പ് ഇല്ല. അവർ ഒരുപക്ഷെ ഒരു സഭയുടെ കൂട്ടായ്മയിൽ കടന്നു പോകുമായിരിക്കും, പക്ഷേ ദൈവത്തോട് അവർക്ക് ഫെലോഷിപ്പ് ഇല്ല. ദൈവത്തോട് ഫെലോഷിപ്പ് ഉണ്ടാകണമെങ്കിൽ ഓരോരുത്തരും ദൈവം അവനോട് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അവൻ മുന്നോട്ട് പോകണം. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ ഈ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഒരു വ്യക്തി കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും അവന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ അവനെ നയിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുവിനോടുള്ള ആ കൂട്ടായ്മയുടെ ആ ബന്ധത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. അങ്ങനെ പോകുന്ന ആളുകൾ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഇത് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ അനുഭവം ഇതാണ്. കർത്താവ് യേശുക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയാണ് എന്നെ ബലപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ നമ്മുടെ ഏത് വിഷയത്തെയും ദൈവം കൈകാര്യം ചെയ്യുന്നതിലേക്ക് നയിക്കപ്പെടുന്നു. നമുക്കറിയാം, നമ്മുടെ ഭവനത്തിൽ ഒരാൾക്കൊരു ആവശ്യമുണ്ടായാൽ ആ ഭവനത്തിൽ എല്ലാവരും അതിനെക്കുറിച്ച് ബോധവാന്മാരായി തീരും. എല്ലാവരും ആ ആവശ്യത്തിന് വേണ്ടി, അത് നിവർത്തീകരിക്കാൻ വേണ്ടി, അതിൻ്റെ ഫലം കാണുവാൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കും. ഇതുപോലാണ് ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ നമ്മുടെ ആവശ്യങ്ങളെ ദൈവം അറിയുവാനും ദൈവം നിറവേറ്റുവാനിടയായി തീരും. ഞാൻ ഈ ഒരു കാര്യം സംസാരിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതായ ഒരു കുടുംബം ബഥാനിയിൽ ഉണ്ടായിരുന്നു. ബഥാനിയിലെ മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെ ഭവനം. ഈ ഭവനമായിട്ട് കർത്താവ് യേശുക്രിസ്തുവിന് നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. യേശു ആ ഭവനത്തിലേക്ക് വരുമ്പോൾ ആ ഭവനത്തിലുള്ളവർ കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ കാൽപാദത്തിൽ ഇരുന്ന് അവന്റെ വചനം കേൾക്കുവാൻ അവർ സമയമെടുക്കുമായിരുന്നു. അതേപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തുവിനെ അവർ ഭൗതികമായിട്ട് ശുശ്രൂഷിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അതേസമയം തന്നെ അവരുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. ആ സംഭവം ഉണ്ടായപ്പോൾ അവരുടെ ജീവിതത്തിൽ ധാരാളം ചോദ്യങ്ങൾ ഉണ്ടായി. കർത്താവെ, ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? എന്തുകൊണ്ട് ഞങ്ങളുടെ സഹോദരൻ ലാസർ ഇത്ര കഠിനമായ രോഗബാധയാൽ ഭാരപ്പെട്ടു? ഒരുപക്ഷെ അവരെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് യേശുവിനോട് ഈ വിവരം പോയി പറഞ്ഞിട്ട് യേശു വന്നില്ല എന്നുള്ളതാണ് അവരെ വളരെയധികം വേദനിപ്പിച്ചത്. എന്ന് മാത്രമല്ല, യേശു വരാഞ്ഞതുകൊണ്ട് തന്നെ തങ്ങളുടെ സഹോദരൻ മരിച്ചുപോയി എന്നുള്ളതായ ഒരു ചിന്ത ഈ സഹോദരന്മാരെ കടന്നു പിടിച്ചു. പക്ഷെ യേശു എന്താ പറഞ്ഞത്? ഈ വാർത്ത കേട്ട ഉടനെ യേശു പറഞ്ഞ കാര്യം, ഈ ദീനം മരണത്തിനല്ല, മറിച്ച് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനാണ്. നോക്കിക്കേ, മരണത്തിനല്ല എന്ന് പറയുമ്പോഴും അവസ്ഥ മരണമാണ്, അവസ്ഥ വിലാപത്തിന്റെ ഗാനമാണ്, അവസ്ഥ ദുഃഖത്തിന്റെ ഭവനം, വേർപാടിന്റെ ഭവനം എന്നുള്ളതായ ഒരു ചിന്ത നമുക്കവിടെ കാണുവാൻ കഴിയും. പക്ഷെ അപ്പോഴും കർത്താവ് പറയുന്നത് എന്താ? വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, സാഹചര്യങ്ങളെല്ലാം നമുക്ക് പ്രതികൂലമാകാം, എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ നിന്നും മാറിപ്പോകാം, എല്ലാ കാര്യങ്ങളും നമ്മളുടെ പിടിയിൽ നിന്നും വിട്ടുപോകാം. പക്ഷേ കർത്താവ് പറയുന്നു, യേശുവുമായിട്ട് നമുക്കൊരു ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ അവൻ ഒരു നാളും നമ്മെ കൈവിടുകയില്ല. എന്ന് മാത്രമല്ല, നിന്റെ വിശ്വാസം, നീ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് മുമ്പിൽ നീ ഓടിപ്പോകേണ്ടതായിട്ട് വരികയില്ല. മാത്രമല്ല, നീ ലജ്ജിച്ചു പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും, ആശ്വാസത്തിനായി, അഭയത്തിനായി അവന്റെ അടുക്കിലേക്ക് വന്ന ഒരു വ്യക്തിയും ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഇന്ന് ഈ ദിവസം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാൻ കഴിയുമാറാകട്ടെ. വിശ്വസിക്കുന്നവൻ ഒരു നാളും ഓടിപ്പോകുകയില്ല. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവെ, അങ്ങിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും ലജ്ജിച്ചു പോകുകയില്ല എന്നുള്ളത് റോമാലേഖനത്തിൽ നിന്നും, അതേപോലെ അങ്ങയിൽ വിശ്വസിക്കുന്ന ഒരാളും ഓടിപ്പോവുകയില്ല എന്നുള്ളത് യെശയ്യാവിന്റെ പ്രവചനത്തിൽ നിന്നും ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. അതുപോലെ ബഥാനിയിലെ ആ ഭവനം എത്രത്തോളം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അവർ കൂട്ടായ്മയിലായിരുന്നോ അത്രത്തോളം തന്നെ അവർ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുവാനിടയായതുപോലെ
എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങ് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. God bless you all.